രമേശ് ചെന്നിത്തലയുടെ നന്മയുള്ള തീരുമാനം, കൈയടിച്ച കേരളം, ഇതാണ് യഥാർത്ഥ മാതൃക. നമ്മൾ മാതൃകയാക്കേണ്ടത്, കണ്ടുപഠിക്കേണ്ടത് ഇത്തരം നല്ല ശീലങ്ങളാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ആർഭാടത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു വിവാഹാഘോഷമാകുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മകൻ രോഹിത്തിന്റെയും ഭാര്യ ഡോക്ടർ ശ്രീജയുടെയും വിവാഹാഘോഷങ്ങൾ. കേരളത്തെ നടുക്കിയ കാസർകോട്ടെ ഇരട്ടക്കൊലപാതകത്തിന്റെ വേദനയിൽ വിങ്ങുമ്പോൾ മരിച്ച കൃപേഷിന്റെ സഹോദരിയുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തിറങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി മകനും മരുമകളും കൂടി രംഗത്തെത്തുന്നു. തങ്ങളുടെ വിവാഹാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവർ ഈ വിവാഹാഘോഷത്തിന് വേണ്ട ചിലവുകൾ അത്രയും കൃപേഷിന്റെ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിറഞ്ഞ നന്മകൾക്ക് നമുക്ക് കൈയടിക്കാം. നമ്മൾ കണ്ടുപിടിക്കേണ്ട നല്ല ശീലങ്ങളും നല്ല പാഠങ്ങളുമാണ് ഇത്തരം തീരുമാനങ്ങൾ. കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ സഹോദരി കേരളത്തിന്റെ നൊമ്പരമാണ്. കൃഷ്ണപ്രിയയുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മകൻ രോഹിത്തും ഭാര്യ ശ്രീജയും എത്തുമ്പോൾ അത് നമുക്കേവർക്കും ആശ്വാസം പകരുന്നു. വിവാഹ സൽക്കാര ചടങ്ങ് ഒഴിവാക്കി ആ തുക കൂടി പ്രയോജനപ്പെടുത്തി കൃഷ്ണപ്രിയയുടെ വിവാഹം തങ്ങൾ നടത്തിക്കൊടുക്കുമെന്ന് രോഹിത്തിന്റെയും ശ്രീജയുടെയും ഉറച്ച തീരുമാനം. പിന്നിൽ രമേശ് ചെന്നിത്തലയുടെ പരിപൂർണ പിന്തുണയും. ഇതാണ് യഥാർത്ഥ അച്ഛൻ റോൾ. രമേശ് ചെന്നിത്തല മുന്നണിക്ക് മാത്രമല്ല കുടുംബത്തിന് മാതൃകയാകുന്നത് കേരളത്തിന് ആനന്ദമാകുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 17 ഡോക്ടർ രോഹിത്തും ഡോക്ടർ ശ്രീജയും വിവാഹിതരായത്. ഈ വരുന്ന 21 തിരുവനന്തപുരം ഗിരിദീപം ഓഡിറ്റോറിയത്തിലും തുടർന്ന് 23 ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും വെച്ച് നടത്താനിരുന്ന സ്വീകരണ ചടങ്ങുകളാണ് വേണ്ടെന്ന് വെച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്തും കൃപേഷും കൊല്ലപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ വിവാഹാഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം രമേശ് ചെന്നിത്തലയുടെ മകനും മരുമകളും എടുത്തത്. ഇക്കാര്യം കേരളത്തെ അറിയിച്ചത് രമേശ് ചെന്നിത്തലയും. ട്രോളുകളും പരിഹാസങ്ങളുമല്ല ഇവിടെ വേണ്ടത്. ഇത് നന്മയുള്ള തീരുമാനമാണ്. ഉറച്ച രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ നൽകുവാനും മുന്നണിയെ മുന്നോട്ട് നയിക്കുവാനും കഴിവുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഇതൊരു തിലകക്കുറിയാണ്, നന്മയുടെ തിലകക്കുറി. രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും ഒന്നുപോലെ കൈയടിച്ച് പിന്തുണയ്ക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ ഈ തീരുമാനത്തിന് കേരളത്തിന്റെ കൈയടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.